എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പിള്ളേരെല്ലാം പറക്കി കൂട്ടി എവിടെയാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? വേറെ എവിടത്തേക്കുമല്ല, നമ്മളെ കാസർഗോഡ് ജില്ലയിലെ സ്വന്തം ബേക്കൽ കോട്ടയിലേക്കാട്ടോ. പക്ഷേ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയില്ല, അതുപോലെ തന്നെ ഞങ്ങൾ ബേക്കൽ കോട്ടയിൽ അങ്ങനെ പോകാറില്ല. മക്കൾ ഇതുവരെ പോയിട്ടില്ല, ഇത്തൂച്ചില്ല പോയിട്ടില്ല, പാർവി ഭയങ്കര ചെറുപ്പത്തിലാണ് പോയത്. ഞാനാണെങ്കിൽ എനിക്കൊന്നൊരു 5 വർഷം മുന്നേ, നമ്മൾ കല്യാണത്തിന് മുന്നെയാണ് ഞാനും ബൈത്താട്ടനും കൂടെ പോയത്. അങ്ങനെ ഞങ്ങൾ പോയി നമ്മൾ സ്വന്തം തൃക്കണ്ണാടപ്പൻ്റെ അമ്പലത്തിലെത്തി. ഭയങ്കര ശക്തിയുള്ള ദൈവമാണ്. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നല്ലൊരു ബീച്ചുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചുണ്ട്. ബാക്കിൽ വേൾഡ് വാർ 2 നടക്കുകയാണ്, ഇത്തും ജില്ലയും കൂടെ. അവർ ഭയങ്കര സ്നേഹമാണെങ്കിലും ഇടയ്ക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും അവർ അടിയാക്കാറുണ്ട്. അപ്പോൾ ബേക്കൽ കോട്ടയിൽ എന്താ, നമ്മൾ EV വണ്ടി ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷനുണ്ട്. അപ്പോൾ ബൈത്താട്ടനാണെങ്കിൽ അങ്ങോട്ട് പോയി, പിള്ളേർ വഴിതെറ്റി ബൈത്താട്ടൻ്റെ കൂടെ പോയി നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. ഇനി നമുക്ക് ബേക്കൽ കോട്ടയിലേക്ക് പോകാം. ബേക്കൽ കോട്ട ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഗൈസ്. നമ്മൾ ഈ കണ്ണിൽ കാണുന്ന ഇതുപോലെ നമുക്ക് ഈ ഫോണിൽ കാണിക്കാൻ പറ്റുന്നില്ല. നല്ല ഭംഗിയാണ് കാണാൻ. ഭയങ്കര ചുറ്റും കോട്ടയാണ്, കുറേ ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ട്രക്ചേഴ്സാണ്. ഉള്ളിലാണെങ്കിലോ നല്ല ഗ്രീനറിയുമാണ്. അപ്പോൾ ബേക്കൽ കോട്ടയിൽ എൻട്രി ടിക്കറ്റ് ഉണ്ട്, എനിക്കൊന്ന് 20 രൂപയാണെന്ന് തോന്നുന്നു. പക്ഷേ അത് പണ്ട് ഉള്ളിലായിരുന്നു, ഇപ്പോൾ അത് ഇങ്ങോട്ടേക്ക് മാറ്റി, ഈ ഒരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പോൾ അവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ല കേട്ടോ, പോകുന്നവർ ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ ഒരു സൈറ്റ് ഉണ്ട്, അതിൽ കയറി നമ്മൾ സ്വന്തമായി ചെയ്യണം. ഇതാട്ടോ ടിക്കറ്റ്, ഇങ്ങനെയാണ് നമുക്ക് ടിക്കറ്റ്. കോട്ടയുടെ അകത്തേക്ക് നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു അമ്പലമാണ്. എനിക്കൊന്ന് ദേവി ക്ഷേത്രമാണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. ഞാൻ പണ്ട് പോയത്, എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഉള്ളിൽ കയറിയിട്ടില്ല, നമ്മൾ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ കോട്ടയുടെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടത് എന്താ, മോരും വെള്ളം, വത്തക്കേര വെള്ളം, പിന്നെന്താ കറുമുറു, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കോട്ടയെ എക്സ്പ്ലോർ ചെയ്യാനുള്ള എനർജിക്ക് വേണ്ടി ഞങ്ങൾ ഫസ്റ്റ് കുറച്ച് ജ്യൂസും വെള്ളവും പിന്നെ കുട്ടിക്ക് മറ്റേ കമ്പെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ ഈ മറ്റേ മരത്തിനടിയിലിരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്കൊന്ന് കോട്ടയിൽ നല്ലൊരു പിക്നിക് സ്പോട്ട് കൂടിയാണ്. നമുക്ക് വൈകുന്നേരം വെറുതെ കുട്ടികളെല്ലാമായിട്ട് വന്നിട്ട് ഇരുന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ കോട്ടയിൽ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇങ്ങനെ കുറേ ദൂരം നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട്, കുറേ ഹൈഡ് ഔട്ട്സ് ഉണ്ട് എന്നെല്ലാം പറയൽ. ഇവിടെ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിലേക്ക് നമ്മൾ പോയാൽ തിരുവനന്തപുരത്തേക്ക് എത്താമെന്നെല്ലാം പറയലുണ്ട്. എനിക്ക് സത്യമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് അതുപോലൊരു ഹൈഡ് ഔട്ടാന്ന് പറഞ്ഞ് ഞങ്ങൾ നോക്കിയതാണ്, പക്ഷെ അത് ഹൈഡ് ഔട്ട് ആയിരുന്നില്ല. എനിക്കൊന്ന് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള എന്തോ സ്ഥലമാണ്, അതിൽ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു, കുളമോ അതുപോലെയുള്ള എന്തോ സ്ഥലമാണ്, അറിയില്ല, കറക്റ്റ് അറിയില്ല, പറഞ്ഞുതരാൻ അറിയില്ല. നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും പണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മയില്ല, എന്താന്നുള്ള കാര്യം ഓർമ്മയില്ല പറഞ്ഞുതരാൻ വേണ്ടി. അപ്പം ഇവർ കാതൽ റോജാവേ പാടി ഇത്തും ചില്ലിയും പാർവയും കൂടെ മറ്റേതിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. നമ്മളെ ബേക്കൽ കോട്ടയിൽ നിന്നാണ് മറ്റേ ബോംബെ സിനിമയിലെ പാട്ട്. അത് പിന്നെന്താ, വേറൊരു ബിജു മെനുവിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, ദ്വാദശിയിൽ, ആ പാട്ടില്ലേ, അതെല്ലാം ഇവിടുന്ന ഷൂട്ട് ചെയ്തത്. ഭയങ്കര ഫേമസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്തതുകൊണ്ട് നമ്മൾ വരാറില്ല എന്നേ ഉള്ളൂ. നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ, ഫുള്ള് വേറെ ജില്ലക്കാരായിരുന്നു ഇത് കാണാൻ വന്നതാ. അയ്യോ നോക്ക് എന്ത് ഭംഗിയേറെ കാണാൻ. എനിക്ക് ഇതിലേക്ക് ഫോണിൽ അത്ര കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഗ്ലൂക്കോസ് പൊടികൾ ഇടും, അവരെ തട്ടത്തിൽ മറ്റേ വടക്കൻ കേരളത്തിൽ വരുന്ന കാറ്റ് തട്ടി പോകുന്നുണ്ടേ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഹസ്കിനെ കണ്ടു. അയ്യോ എന്ത് ഭംഗിയായിരുന്നു അറിയാം ഹസ്കിനെ കാണാൻ. അതിൻ്റെ 2 കണ്ണും ഡിഫറെൻറ്റ് കളർ, ഒന്ന് ബ്ലൂ പിന്നെ ഒന്ന് ഗ്രേ. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ്. 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പേടിയുണ്ട്, കുറച്ച് തുള്ളി പോകുന്നുണ്ട് നമ്മൾ കുജിപ്പുഴു. അങ്ങനെ അതിനെ നമ്മൾ കുറേ സമയം കൊഞ്ചിച്ച് നമ്മൾ തിരിച്ച് രസേച്ചിയുടെ അടുത്തേക്ക് വന്നു. രസേച്ചിക്ക് കാക്ക സുഖമില്ലാത്തോട്ട് അവിടെ ഇരുന്നു, നമ്മളാണ് പോയത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ബേക്കൽ കോട്ടയിലെ ഏറ്റവും വലിയൊരു സ്ട്രക്ചറിലേക്കാണ്. ഇതിനെന്താ പറയാൻ എനിക്കറിയില്ല, അത് സ്ട്രക്ചർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കയറുമ്പോൾ രസേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിന്, പാറു കയറാൻ പറ്റുമോയെന്ന് തന്നെ നോക്കണേ പിള്ളേരെയും കൊണ്ട്, കാരണം ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഭയങ്കര കുത്തനെയുള്ള സാധനമാണ്. അപ്പോൾ പിള്ളേർ ചിലപ്പോൾ കൈവിട്ട് കളയും. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ചേച്ചി കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ 3 കൊണ്ട് കയറാൻ വേണ്ടി നോക്കി. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്, നമുക്ക് കയറാൻ പറ്റുന്നില്ല ഗൈസ്. പകുതി എത്തിയപ്പോൾ സ്റ്റക്കായിപ്പോയി ഞാൻ പിള്ളേരെയും കൊണ്ട്, കാരണം ചെരുപ്പ് നമുക്കിങ്ങനെ സ്ലിപ്പായി പുറകോട്ട് വരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ മുകളിലത്തെ കാഴ്ച. ഓരോ ഭാഗത്തും നല്ല ഇണക്കുരുവികൾ ഇരിക്കുന്നുണ്ട്, എനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല അത്. അപ്പം അപ്പുറത്താരിപ്പോൾ കാണിച്ചതാണ് നമ്മളെ ബേക്കൽ ബീച്ച് പാർക്ക്. അവിടെ റെഡ് ബൂട്ട് ബീച്ചുണ്ട്, ബേക്കൽ ബീച്ചുണ്ട്. നമ്മൾ അവിടത്തേക്കും പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു ജലദോഷത്തിൻ്റെ
തുടക്കമുള്ളതുകൊണ്ട് പോണോ വേണ്ടി നിന്ന് ആലോചിക്കാന്നേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഭയങ്കര നല്ല കാറ്റും ഇത് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി. നല്ല ഭംഗിയാണേ. വരാത്തവർ എന്തായാലും വരണം, കാരണം അത്ര ഭംഗിയാണ് കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ എങ്ങനെയല്ലോ പിള്ളേരെല്ലാം പെറുക്കി താഴെ എത്തി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇറങ്ങാൻ 3 പേരെയും കൊണ്ട്. അങ്ങനെ ഇറങ്ങി രസിച്ച് ഞാനും. നിങ്ങൾക്കൊന്നും ഭയങ്കര എന്തോ അന്താരാഷ്ട്ര കാര്യം ചിന്തിക്കുന്നതാണ് ചർച്ച ചെയ്യുന്നതല്ല. മറ്റേ യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ട് എന്തെല്ലാം ചെയ്യണം, മറ്റേ സ്റ്റുഡിയോ ഉണ്ടാക്കണം, മൈക്ക് വാങ്ങണം, ട്രൈപോഡ് വാങ്ങണം, ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ബേക്കൽ ബീച്ചിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.